രണ്ടോ മൂന്നും ഒറ്റപ്പെട്ട ക്യാമ്പസുകളിൽ ഉണ്ടായിരിക്കുന്ന പ്രവർത്തനങ്ങളെ യാതൊരു രീതിയിലേക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് MSFൻ്റെ നേതൃത്വവും KSUവിൻ്റെ നേതൃത്വവും ഞങ്ങൾ അതിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. ഈ വിഷയങ്ങളിലെല്ലാം അടിയന്തര ഇടപെടലുകൾ നടത്താൻ ഞങ്ങൾ ജില്ലാ ഘടകങ്ങൾക്ക് ഞങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മുടെ എല്ലാം മുഖ്യമായ അജണ്ട എന്ന് പറയുന്നത് 2026 നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഈ സംസ്ഥാനത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാരെ താഴെ ഇറക്കുക എന്ന ഒറ്റ ലക്ഷ്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ പോരാട്ടത്തിലെ മുന്നണി പോരാളികളായി KSUവിൻ്റെയും MSFൻ്റെയും സഹപ്രവർത്തകർ ഉണ്ടാകും. അപ്പോൾ ചെറിയ തരത്തിലുള്ള അസ്വസ്ഥതകളെ പരിഹരിച്ചുകൊണ്ട് അതിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചില അസ്വസ്ഥതകളെ എല്ലാം ഞങ്ങൾ അതിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്, താക്കീത് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകും. 9.5 വർഷക്കാലം കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ച, വിദ്യാർത്ഥികളെ വഞ്ചിച്ച, വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ട് പോയ ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് കേരളത്തിൽ അധികാരത്തിലേറിയ പിണറായി വിജയൻ്റെ സർക്കാർ എല്ലാ മേഖലകളെയും നശിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ഒറ്റ ലക്ഷ്യം ഈ സർക്കാരിനെ താഴെ ഇറക്കുകയാണ്. അതിൽ ഞങ്ങൾ KSUവും MSFും മറ്റ് മുന്നണികൾ UDSFൻ്റെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ഒറ്റക്കെട്ടായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നതാണ് ഞങ്ങളുടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഞങ്ങളുടെ നിലപാട്. MESലൊക്കെ നിലപാടെടുത്തു മണാർക്കാട്. ഇപ്പോൾ ഇവിടെ കൊടുവള്ളിയിൽ KSUവിൻ്റെ പോസ്റ്റർ അത് വലിയ വിവാദമായിരിക്കുന്നു. MSF അതിനെതിരെ പത്രക്കുറിപ്പ് എടുക്കുന്നു. യാതൊരു തരത്തിലും ഇനി സംവിധാനത്തോട് സഹകരിക്കില്ല എന്ന് പറയുന്നു. യൂത്ത് ലീഗിലേക്ക് വരുന്നു. അങ്ങനെ ആ കൊടുവള്ളി മണ്ഡലത്തിൽ മുഴുവൻ പ്രശ്നമാണ്. ഞാനത് സൂചിപ്പിച്ചല്ലോ, അത് സ്വാഭാവികമായും അവിടെ പ്രാദേശികമായ ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളിൽ അടിയന്തര ഇടപെടലുകൾ നടത്താൻ ജില്ലാ ഘടകങ്ങൾക്ക് നിർദ്ദേശം ഞങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പേരാമ്പ്രയിലെ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അതിനൊരു അല്പം പിന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും അടിയന്തരമായി ആ വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തി ആ വിഷയങ്ങൾ പരിഹരിച്ച് മുറിവുണക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. സ്വാഭാവികമായിട്ടും ജില്ലാ ഘടകം ആ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തി യുക്തമായിട്ടുള്ള തീരുമാനം ജില്ലാ ഘടകം സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കും. അതിനനുസരിച്ച് അതിൽ എത്തരത്തിൽ തീരുമാനമെടുക്കണമെന്ന് നിശ്ചയിക്കും. ചാപ്പൂത്തലൊക്കെ പലപ്പോഴും നിങ്ങൾ SFIയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളെ ഒരു ന്യൂനപക്ഷ ചാപ്പൂത്തൽ നടത്തുന്നത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് MSFന് വർഗീയ ചാപ്പ കുത്താൻ SFIയുടെ സംസ്ഥാന നേതൃത്വം തയ്യാറെടുത്ത ഘട്ടത്തിൽ തന്നെ സുവ്യക്തമായി KSU സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. MSFന് അത്തരത്തിൽ ചാപ്പ കുത്തേണ്ട കാര്യമില്ല. MSFന് അത്തരം ചാപ്പ കുത്തുന്ന നിലപാടുകളോട് ഞങ്ങൾക്ക് യാതൊരു രീതിയിലേക്കുള്ള ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അപ്പോൾ പ്രാദേശികമായി ഉണ്ടായ ചെറിയ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളെ അടിയന്തരമായി ഇടപെടലുകൾ നടത്തി അതിൽ വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ വൻ തിരിച്ചടിയാണ് കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. SC കോളേജിലടക്കം കഴിഞ്ഞ തവണ ഉണ്ടായ ഭരണസമിതി തോറ്റുപോയിരിക്കുന്നു. അപ്പോൾ അതിന് എന്തെങ്കിലും നടപടി ഉണ്ടാവും എന്താണ്? സ്വാഭാവികമായും ആലപ്പുഴ ജില്ലയിലും അതേപോലെ തന്നെ സംസ്ഥാനത്തെ ഏതെല്ലാം മേഖലകളിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം വിജയിച്ചതിൽ നിന്ന് ഞങ്ങൾക്ക് പിന്നോട്ട് ഞങ്ങൾ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി എല്ലാം വളരെ കൃത്യമായിട്ടുള്ള രീതിയിലേക്കുള്ള പരിശോധനകൾ നടത്തും. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും അടിയന്തരമായി ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് അവിടെ പങ്കെടുത്ത് അവിടുത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പ്രതിസന്ധികളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിനെ പരിഹരിക്കാൻ ഉള്ള രീതിയിലേക്ക് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന വ്യാപകമായി ഈ കലാല യൂണിയൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ SFI പോലീസിൻ്റെയും മറ്റും എല്ലാം സഹായം തേടിക്കൊണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിലേക്കുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലേക്കും അക്രമം അഴിച്ചുവിട്ടിട്ടുണ്ട്. KSU വിജയിച്ച് കയറേണ്ടി വരുന്ന എത്രയോ ക്യാമ്പസുകളിൽ ഇവർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് പോലീസ് റിപ്പോർട്ട് കൊടുത്ത് അവിടെ തെരഞ്ഞെടുപ്പ് നടത്താത്ത സാഹചര്യമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 4-5 കോളേജുകളിൽ അങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്താത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏത് വിധേയനെയും ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക എന്ന നയവുമായിട്ട് SFIയും ഭരണപക്ഷ അനുകൂലികൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെല്ലാം എതിർത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാ ജില്ലകളിലും മുന്നോട്ട് പോകുന്നത്. ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിലെ വിഷയങ്ങൾ പരിശോധിച്ച് അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ സംസ്ഥാന കമ്മിറ്റി നേരിട്ട വിഷയങ്ങളിൽ നടത്തുന്നത്.